Hi everyone, I am Swathi, Calicut Medical College, 3rd year MBA student. നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഇപ്പം ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ കാത്തിരുന്നൊരു ദിവസം മെയ് 4 വരാൻ പോവാണ്. പലരും പല തരത്തിലുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അതായത് ചിലർക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ടുണ്ടാവും, ചിലർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ചിലർ ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, വാട്ട് എവർ ബി യുവർ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എന്താണെങ്കിലും നമ്മൾ നീറ്റ് എഴുതിയേ മതിയാവുള്ളൂ. അപ്പോൾ നീറ്റ് എഴുതുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എക്സാം എഴുതുന്ന സമയത്തുള്ള ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, സോ ദാറ്റ് നിങ്ങൾക്ക് വേഗം വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാം. എപ്പോഴും 2-3 റൗണ്ടിൽ നീറ്റ് എക്സാം എഴുതാൻ നോക്കുക. ടോട്ടൽ 3 മണിക്കൂറാണ് നമ്മുടെ ടൈം ഉള്ളത്. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഭയങ്കര ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ നമ്മൾ എത്ര ആലോചിച്ചിട്ടും കിട്ടാത്ത ക്വസ്റ്റ്യൻസിന് ഒരു റൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കിട്ട് വെക്കാം. എന്നിട്ട് ആദ്യത്തെ റൗണ്ടിലുള്ള ഈ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിരിക്കാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒട്ടും ആലോചിച്ചിട്ട് കിട്ടാത്ത അല്ലെങ്കിൽ ഓക്കെ ഇത് ചെയ്യാൻ എനിക്കറിയാം അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പം കുറേ ടൈം എടുക്കും, ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ചിലപ്പോൾ ഇക്വേഷനൊക്കെ മറന്നു പോയിട്ടുണ്ട്, അപ്പോൾ ആ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്തെടുത്തിട്ട് ചെയ്യുമ്പോഴേക്ക് കുറേ ടൈം എടുക്കും. അങ്ങനെ തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒരു മൂന്നാമത്തെ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇനി എഴുതുന്നതിൻ്റെ ഓർഡർ, അപ്പോൾ പലരും ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആ ഓർഡറിലായിരിക്കും എഴുതുന്നുണ്ടാവുക. ഞാൻ എഴുതിയിരുന്നത് ഫിസിക്സ് ഫസ്റ്റ്, ദെൻ ബയോളജി ആൻഡ് കെമിസ്ട്രി ഓൾട്ടർനേറ്റ് ആയിട്ട്. എനിക്ക് ചില ദിവസങ്ങളിൽ ബയോളജി, ചിലപ്പോൾ കെമിസ്ട്രി, ആ രീതിക്കൊക്കെ ആയിരുന്നു. ഇപ്പം നിങ്ങൾ എന്ത് ഓർഡറാണോ ഇത്രയും കാലം നിങ്ങൾ പാലിച്ച് വന്നിട്ടുള്ളത് ആ ഓർഡർ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. ഇനി ലാസ്റ്റ് നിമിഷം പോയിട്ട് നിങ്ങൾ ഒരിക്കലും മാറ്റാൻ പോകരുത്. ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതി വന്നത് ആ രീതിക്ക് തന്നെ എഴുതാൻ നോക്കുക. പക്ഷേ ഈ ഒരു 2-3 റൗണ്ടിൽ എഴുതി പോകുന്നത് എന്തെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ സ്പീഡിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് ടൈം കണ്ടെത്താൻ പറ്റും. പിന്നെ OMR മാർക്കിങ്ങിനെ കുറിച്ച് യൂഷ്വലി നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ പറയുക, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കിട്ടി അപ്പം തന്നെ അതിൻ്റെ ആൻസർ ബബിൾ ചെയ്യുക, OMRൽ ബബിൾ ചെയ്യുക എന്നാണ്. അപ്പോൾ നമുക്ക് തെറ്റ് വരുന്നത് മാക്സിമം കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്തിരുന്നത് ഒരു 10 എണ്ണം ചെയ്യും, ഒരു 10 എണ്ണം ആൻസേഴ്സ് കണ്ടുപിടിക്കും, ആ 10 എണ്ണത്തിൻ്റെ ആൻസേഴ്സ് OMRൽ ബബിൾ ചെയ്യും. പക്ഷേ ഒരു എല്ലാം ആദ്യം ആൻസർ കണ്ടുപിടിച്ച് വെച്ച് പിന്നെ ലാസ്റ്റ് OMRലോട്ട് ബബിൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു ആശയമാണ്. പലപ്പോഴും എറേഴ്സ് വന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസേഴ്സ് മാറി ബബിൾ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ശീലം ഒരിക്കലും പാടില്ല. ഇപ്പം ഇഫ് നിങ്ങൾ അങ്ങനെയാണ് ഇതുവരെ ശീലിച്ച് വന്നതെന്ന് വെച്ചാൽ ഇനി വരുന്ന 2-3 ദിവസത്തിലുള്ള എക്സാമിനേഷനിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ആൻസേഴ്സ് എങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ബാക്കി ബബിൾ ചെയ്യുക, പിന്നെ അടുത്ത ആൻസേഴ്സ് കണ്ടുപിടിക്കുക, ബബിൾ ചെയ്യുക, ആ രീതിക്കെങ്കിലും മാറ്റാൻ നോക്കുക. ഫാക്കൽറ്റീസൊക്കെ പറയാറുള്ളത് ഓരോന്ന് ആൻസർ കണ്ടെത്തി അപ്പം തന്നെ ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ അനാവശ്യമായിട്ട് എക്സാമിൻ്റെ സമയത്ത് സ്ട്രെസ് അടിക്കാണ്ടിരിക്കുക. അങ്ങനെ സ്ട്രെസ് അടിച്ച് കുറേ ടൈം കളയാണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്.